They're now facing an El Nino. Fury of climate changes and natural disasters. Record rainfall. Is almost at an end, the Bureau. ഈ ജൂൺ മാസം 1 മുതൽ ഒരു കാര്യം ആരംഭിക്കാൻ പോവുകയാണ്. ആ ഒരു സംഭവമാണ് ലാനിനോ. അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വരെ ഈ ലാനിനോയെ അല്പം ഭയപ്പെടുന്നു. അതേസമയം അല്പം സന്തോഷമുണ്ടെന്നും പറയാം. സത്യത്തിൽ നമ്മൾ പേടിക്കണോ അതോ സന്തോഷിക്കണോ എന്നുള്ളത് മാറ്റിവെച്ചിട്ട് എന്താണ് ലാനിനോ? ലാനിനോ വന്നാൽ എന്ത് സംഭവിക്കും? അത് ഇന്ത്യയെ ബാധിക്കുമോ? പസഫിക് സമുദ്രത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റം ലോകമെമ്പാടും വ്യാപിക്കുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും സമാനമായ ഒരു മാറ്റം ഉണ്ടാകുമോ? കേരളത്തിന് എന്ത് സംഭവിക്കും? നിങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇതാണ് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. എൽ നിനോ ആയാലും ലാനിനോ ആയാലും ഇവ രണ്ടിനും ബന്ധമുണ്ട്. സങ്കീർണമായ ഒരു ചട്ടക്കൂടുണ്ട്. എൽ നിനോ സതേൺ സ്വയിങ് എന്നാണ് ഇതിന്റെ പേര്. എൽ നിനോ സതേൺ സ്വയിങ് വളരെ പ്രധാനപ്പെട്ടതും സങ്കീർണവുമായ ഒരു ചട്ടക്കൂടാണ്. ഇതിൽ സംഭവിക്കാവുന്ന മാറ്റത്തെ ENSO എന്ന് വിളിക്കും. ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും തിരിഞ്ഞു നോക്കാം. ENSOയിലെ മാറ്റം എൽ നിനോ ആകുന്നോ ലാനിനോ ആകുന്നോ എന്നുള്ളത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തും. ഇത് ഇന്നോ ഇന്നലെയോ നടക്കുന്ന കാര്യമല്ല. 100 വർഷത്തിലേറെയായി ഈ ഒരു ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ എൽ നിനോയെക്കുറിച്ചും ലാനിനെക്കുറിച്ചും ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ നഗരത്തിൽ മഴ പെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അതെങ്ങനെ കണ്ടെത്തും? 2 രീതികളാണ് അവർ പിന്തുടരുന്നത്. ഒന്ന്, 100-150 വർഷമായി നമ്മുടെ പക്കലുള്ള കാലാവസ്ഥാ റിപ്പോർട്ട്. എല്ലാ റിപ്പോർട്ടുകളും നമ്മുടെ പക്കലുണ്ട്. ഈ കാലാവസ്ഥാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കടലിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, അതിലൊരുപാട് സെൻസറുകൾ ഉണ്ടാകും. ഈ സെൻസറുകളിൽ നിന്നുള്ള ഡാറ്റയെ അടിസ്ഥാനമാക്കി അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത മാസത്തിലോ ഇന്നത്തെയോ കാലാവസ്ഥാ റിപ്പോർട്ട് നമുക്ക് നൽകും. ഇതാണ് ആദ്യത്തെ രീതിയെങ്കിൽ, രണ്ടാമത്തെ രീതിയിൽ സൂപ്പർ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങും. ഈ രണ്ടാമത്തെ രീതിയിൽ പ്രത്യേകിച്ചും ഒരു സ്ഥലത്ത് കാലാവസ്ഥ എങ്ങനെയാണെന്ന് നോക്കി അവിടെയുള്ള അടുത്ത ഒരു 10 ദിവസം 15 ദിവസത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് സൂപ്പർ കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായി നൽകുകയും അതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് എടുക്കുകയും ചെയ്യും. സൂപ്പർ കമ്പ്യൂട്ടറിൽ ഇതിനകം തന്നെ ഡേറ്റ ഉണ്ട്. ആ ഡേറ്റ സെറ്റിനെ അടിസ്ഥാനമാക്കി കുറച്ച് ഗവേഷണം നടത്തുകയും ഒടുവിൽ നമുക്ക് ഒരു പ്രവചനം അവർ നൽകുകയും ചെയ്യും. അതിനാൽ ഈ 2 പ്രവചനങ്ങളിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും എറർ ഉണ്ട്. അതുകൊണ്ടാണ് എപ്പോൾ മഴ വരും, എത്ര മഴ പെയ്യുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്തത്. ഒരു പരിധിവരെ നമുക്ക് കാലാവസ്ഥ പ്രവചിക്കാൻ സാധിക്കും, എന്നാൽ എത്ര മഴ പെയ്യുമെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ഒരു ഏകദേശമൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ENSOയെ കുറിച്ച് അറിഞ്ഞു. ഇനി നമുക്ക് ലാനിനെ കുറിച്ച് അറിയാം. അതിനു മുൻപ് നമ്മൾ അറിയേണ്ടത് ഉഷ്ണമേഖലാ പ്രദേശത്തെ കുറിച്ചാണ്. ഇന്ത്യ പോലും ഉഷ്ണമേഖലാ പ്രദേശത്താണ്. എന്താണ് ഉഷ്ണമേഖലാ പ്രദേശം? ആദ്യം ഭൂമി. ഈ ഭൂമിയിൽ ഭൂമധ്യരേഖ എന്നൊന്നുണ്ട്. ഈ ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള രാജ്യങ്ങളെയോ പ്രദേശങ്ങളെയും ഉഷ്ണമേഖലാ പ്രദേശം എന്ന് വിളിക്കുന്നു. ഈ ഭൂമിയിലെ ഭൂമധ്യരേഖ എന്ന് പറയുമ്പോൾ 2 സാങ്കല്പിക രേഖകളായി അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഒന്നിനെ കർക്കടകമെന്നും മറ്റൊന്നിനെ മകരമെന്നും വിളിക്കുന്നു. അങ്ങനെ കർക്കടകത്തിനും മകരത്തിനും ഇടയിലുള്ള പ്രദേശത്തെ ഉഷ്ണമേഖലാ പ്രദേശം എന്ന് വിളിക്കുന്നു. ഉഷ്ണമേഖലാ പ്രദേശം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു പ്രദേശത്ത് സൂര്യൻ വളരെ തെളിച്ചമുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ ഒരു പ്രദേശമായിരിക്കും. അത് കഴിഞ്ഞ് മുകളിലേക്ക് പോയാലോ താഴേക്ക് ഇറങ്ങിയാലോ, അതായത് കർക്കടകത്തിൽ നിന്ന് മുകളിലേക്ക് പോയാലോ മകരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയാലും വളരെ ചെറിയ സൂര്യരശ്മികൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ എൽ നിനോയും ലാനിനോയും ഏത് മേഖലയെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളെ മാത്രമേ ബാധിക്കുകയുള്ളൂ. അതായത് ഇന്ത്യയും അതിലുണ്ട്. ഭൂമിയുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ നാടതിലുണ്ടെങ്കിൽ ലാനിനോ വരാൻ പോകുന്നു എന്നാണ് അർത്ഥം. എൽ നിനോ അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ അതെ, എൽ നിനോ വളരെ സാവധാനം അവസാനിച്ചു. ചൂട് വളരെ സാവധാനം അവസാനിച്ചു. ഇപ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റേജിലാണ്. ന്യൂട്രൽ സ്റ്റേജിൽ മാത്രമല്ല, നമ്മൾ അടുത്ത ലാനിനോയിലേക്ക് നീങ്ങുകയാണെന്നും ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. ഇതെല്ലാം വായുവിന്റെ സർക്കുലേഷനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കാറ്റ് ചൂടാകുന്നു. ചൂടുള്ള വായു കിഴക്ക് നിന്നും പടിഞ്ഞാറിലേക്ക് പോയി അവിടെ തണുപ്പിക്കുന്നു. വീണ്ടും ആ തണുത്ത കാറ്റ് പടിഞ്ഞാറ് നിന്നും കിഴക്കിലോട്ട് വരുന്നു. ഇതിനെയൊക്കെയാണ് നമ്മൾ എൽ നിനോ എന്നും ലാനിനോയും എന്നൊക്കെ വിളിക്കുന്നത്. അതിനാൽ ഈ ഒരു സർക്കുലേഷനെ വാക്കർ സർക്കുലേഷൻ എന്ന് വിളിക്കാം. ഗിൽബർട്ട് വാക്കറുടെ സ്മരണയായാണ് ഈ വാക്കർ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സർക്കുലേഷനെ കുറിച്ചും അറിഞ്ഞു. അടുത്ത മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. 2023 മുതൽ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ 10 മാസങ്ങളെടുത്ത് നോക്കിയാൽ ലോകത്തിൽ ഇതുവരെയും ഇത്രയും ഉയർന്ന താപനില ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പോലും ഒരു വീഡിയോ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു.
വാട്ടർ ടാങ്കിലെ വെള്ളം തിളച്ച് മറിയുന്ന ഒരു വീഡിയോ. അത്രത്തോളം ചൂടും താപനിലയും നമ്മൾ അനുഭവിച്ചു. നമ്മൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനത അത് അനുഭവിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന് കാരണം? 2 മുതൽ 7 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന എൽ നിനോ ആണ് പ്രധാന കാരണമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഈ എൽ നിനോ കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലാനിനോ സംഭവിക്കും. അങ്ങനെയെങ്കിൽ കടലും പരിസ്ഥിതിയും തമ്മിൽ എന്തെങ്കിലും ആശയവിനിമയം ഉണ്ടോ എന്ന് നോക്കിയാൽ ആ ആശയവിനിമയമാണ് എൽ നിനോയും ലാനിനോയും. എൽ നിനോയെ സംബന്ധിച്ചിടത്തോളം ചൂടുള്ള സ്ഥലമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ശരിയല്ലേ? എല്ലാ സ്ഥലങ്ങളിലും ഉഷ്ണതരംഗങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ സൈനികർ പോലും ചൂട് കാരണം മരിച്ചു എന്നുള്ള വാർത്തകൾ കേട്ടിരുന്നു. പാകിസ്ഥാനിലും ഹിമാലയത്തിലും മറ്റു പല സ്ഥലങ്ങളിലും ഉഷ്ണതരംഗങ്ങൾ ഉണ്ടായിരുന്നു. എൽ നിനോ ചൂടാണെങ്കിൽ ലാനിനോ നിങ്ങളെ തണുപ്പിക്കാനാണ് വരുന്നത്. പസഫിക് സമുദ്രത്തെ നമുക്ക് ഒരു ഉദാഹരണമായി എടുക്കാം. ഭൂമിയുടെ മധ്യത്തിലുള്ള ഒരു പാത്രമായി അതിനെ കണക്കാക്കുക. ആ പാത്രത്തിൽ വെള്ളമുണ്ട്. ആ വെള്ളമാണ് പസഫിക് സമുദ്രം. ഈ പസഫിക് സമുദ്രത്തിൽ സംഭവിക്കുന്ന താപമാറ്റം 0.5 ഡിഗ്രി വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എൽ നിനോ ആയി കണക്കാക്കപ്പെടുന്നു. 0.5 ഡിഗ്രി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലാനിനോ ആയി കണക്കാക്കപ്പെടുന്നു. ധാരാളം ഡാറ്റയും സെൻസറും ഉപയോഗിച്ച് ജൂൺ മാസത്തിൽ ലാനിനോ ആരംഭിച്ചതായി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി. എൽ നിനോയ്ക്ക് ശേഷം ന്യൂട്രൽ സ്റ്റേജ് ആണ്. ന്യൂട്രൽ സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ ലാനിനോയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ലാനിനോയിലേക്ക് പ്രവേശിച്ചുവെന്ന് അമേരിക്കയിലെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞാലും ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് ലാനിനോയിലേക്ക് പ്രവേശിക്കാൻ വീണ്ടും 1 മാസം കൂടെ എടുക്കുമെന്ന്. ഉദാഹരണത്തിന് ജൂൺ മുതൽ ലാനിനോ തുടങ്ങി എന്ന് നിങ്ങൾ വയ്ക്കുക. ഈ ലാനിനോ തുടങ്ങിയാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ മഴയുടെ അളവ് വീണ്ടും കൂടും. ഈ വർഷം സാധാരണയിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കാം. ജൂൺ മുതൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ വരെ ലാനിനോ തുടരും. മഴ വളരെ ഉയർന്നതായിരിക്കും. ഇതാണ് അന്തിമ പ്രവചനം. ഇത് മൺസൂണിന്റെ 2ാം ഭാഗമാണ്. ഇന്ത്യയിൽ വളരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയ്ക്ക് ശേഷമുള്ള കാലാവസ്ഥയുടെ കാര്യം ഇന്നും പ്രവചനാതീതമാണ്. ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമല്ല എന്ന് ചോദിച്ചാൽ, കാലാവസ്ഥയുടെ കാര്യം വരുമ്പോൾ നല്ല കാലാവസ്ഥ പ്രതീക്ഷിക്കുമ്പോൾ തീർച്ചയായും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കാം. ഇതുപോലെ കടലും നമ്മുടെ കാലാവസ്ഥയും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ലോകത്തിനെ, ഭൂമിയെ ബാലൻസ് ചെയ്യാൻ ചൂടുകാറ്റ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കും തണുത്ത കാറ്റ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ ക്ലൈമാറ്റ് ശരിയായി തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ചോദ്യം വരാം, ഇത് പസഫിക് സമുദ്രത്തിൽ സംഭവിക്കുന്ന മാറ്റമല്ലേ? അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അതെ, ഇന്ത്യൻ മഹാസമുദ്രം ഒരു ദ്വിധ്രുവമാണ്. ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ ഇങ്ങനെയും പറയും. ഇവിടെ താപനില ഉയരുകയും കൂടുകയും ചെയ്യും. ഇപ്പോൾ അവിടെ താപനില കൂടുന്നത് അവസാനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ താപനില കുറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് 1-2 മാസത്തിൽ നമുക്കൊരു വിവരവും ലഭിക്കും. അങ്ങനെയെങ്കിൽ തണുപ്പിനെ നേരിടേണ്ട ഒരുക്കത്തിലായിരിക്കണം നമ്മൾ എല്ലാവരും. അടുത്ത 6 മാസത്തിനുള്ളിൽ തണുപ്പ് വളരെ രൂക്ഷമാകും. നമ്മുടെ ബിസിനസ്, യാത്ര, കുടുംബം എന്നിവയെല്ലാം ഇത് ബാധിക്കും. ഇവ എല്ലാത്തിനും നമ്മൾ തയ്യാറായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ മറക്കാതെ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.